ഹലോ മക്കളെ, അപ്പോൾ കേരളത്തിലെ എല്ലാ കൊമേഴ്സ് +1 മക്കൾക്കും വേണ്ടിയിട്ട് നമ്മളിതാ 1 മന്ത് സ്റ്റഡി ചലഞ്ച് നമ്മളിതാ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേറൊരു കാര്യങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, നമുക്കതാ സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതുവരെ മക്കൾ എങ്ങനെ പഠിച്ചു പോയി, നമ്മുടെ ബാച്ച് ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ പഠിച്ചു പോയി, അത് ഇനി പറ്റില്ല. കാരണം എന്താ, നമ്മൾ രാവിലെ സ്കൂളിൽ പോകും, സ്കൂളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് വൈകിട്ട് നമ്മൾ തിരിച്ചെത്തും. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പഠിക്കുക എന്നതിന് ഏതാ ടൈം ഉള്ളത്, ആ ഒരു നൈറ്റാണ്. അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീക്കണം അല്ലെ. അതൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല. നൈറ്റ് തന്നെ മാക്സിമം എന്താ വേണ്ട ടൈം പലരും ഇപ്പം എടുക്കുന്നില്ല. കാരണം മഴയൊക്കെയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ സൈഡായി അല്ലെ. സോ അതുകൊണ്ട് ഇനിയാണ് എന്ത് വേണ്ടത്, കൃത്യമായിട്ട് പഠിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ അതേപോലെ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതാ മക്കളെ, ഇതാ ഈ ചലഞ്ച് അല്ല, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇത് നിങ്ങൾ വേണ്ട രീതിയിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ബുദ്ധിമുട്ടും. നമ്മൾ എക്സാം വന്നു കഴിഞ്ഞാൽ മക്കളെ, സീരിയസ്ലി പറയാണ്, നല്ല മാർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന പലർക്കും കിട്ടാൻ പോകുന്നില്ല മാർക്ക്. സീരിയസ് ആയിട്ട് പറയാണ്. ഇതാ 1 മന്ത് വേണ്ട, നമ്മളിപ്പോ ജൂൺ സ്റ്റാർട്ട് ചെയ്താണ് അല്ലെ. അപ്പോൾ യെസ്, ജൂണ് സ്റ്റാർട്ട് ചെയ്തു, ജൂലൈ പകുതി വരെ നിങ്ങൾ എടുത്തോ. ജൂലൈ പകുതി വരെ, അതായത് ഒരു 1.5 മാസം നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഈ 1.5 മാസത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏത്, നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോവുകയാണ്. അക്കൗണ്ടൻസിൽ ആദ്യത്തെ 3 ചാപ്റ്റർ പഠിച്ചു വെക്കണം, പഠിച്ചിരിക്കണം. അതായത് നമ്മൾ കൃത്യമായിട്ട് ബാച്ചിൽ ക്ലാസ്സസ് വരും. ഓക്കെ, കൃത്യമായി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബാച്ചിൽ. ദെൻ അതുപോലെ എന്താണ് 3rd ചാപ്റ്ററും നമ്മളെന്താ ഈ ടൈമിൽ തന്നെ നമ്മളെന്താ കൃത്യമായിട്ട് കവർ ചെയ്യും. അപ്പൊ എന്താണ് വ്യക്തമായിട്ട് എന്താ അതിൽ ഓരോന്നും നമ്മൾ എന്ത് പഠിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചോളാം. അതായത് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതായത് PYQ തപ്പിപ്പോവുക, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി പോവുക, അങ്ങനെയൊക്കെ അതൊക്കെ പിന്നെ ചെയ്യാം. എക്സാം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് ഒക്കെ പിന്നെ ചെയ്യാം. ഓക്കെ, ഇതിന്റെ കൂടെ നടക്കുമെങ്കിൽ കൂടി, എക്സാമൊക്കെ ഇതിന്റെ കൂടെ നടക്കുമെങ്കിൽ കൂടി അതൊന്നും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കല്ല. കൃത്യമായിട്ട് എന്ത് നമ്മൾ ഓരോ ചാപ്റ്ററിലും പഠിക്കുന്നു എന്നുള്ളതും പഠിച്ചു വെക്കും മക്കള്. കൃത്യമായിട്ട് എന്തെല്ലാം പഠിക്കുന്നു അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ പിന്നെ റെഡി. അതേപോലെ എക്കണോമിക്സ് നമുക്കറിയാം, സ്റ്റാറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ എക്കണോമി ഉണ്ട്. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, ഇഷ്ടം പോലെ. സോ ഈ ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് തീർക്കണം. ഓക്കെ, തീർക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കുറേ ഉണ്ടല്ലോ ഒന്നും ആലോചിച്ച് ആരും വിഷമിക്കേണ്ട. സിമ്പിൾ കാര്യങ്ങളാണ്, ചെറിയ കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് ഇതെല്ലാം വരുന്നത്. റെഡി. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഫോളോ ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. എന്തെല്ലാമാണ് വരുന്നത് ഓരോന്നിലും പഠിക്കുക മക്കളെ, പഠിക്കുക. അതേപോലെ ബിസിനസ് സ്റ്റഡീസും ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. നല്ല അടിപൊളിയായിട്ട് ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് അതേപോലെ ഫോളോ ചെയ്യാം, വ്യക്തമായിട്ട് പഠിക്കുക. റെഡി, വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, 1.5 അല്ലെങ്കിൽ യെസ് പോട്ടെ, നിങ്ങൾ 1.5 എന്നുള്ള കുറച്ചുകൂടെ നേടിത്തരുന്നു, 2 ആക്കി എടുത്തോ. ഓക്കെ, അതായത് 2 മാസം നിങ്ങൾ എടുത്തോ. ഈ 2 മാസം കൊണ്ട് ഈ കാര്യങ്ങൾ മക്കൾ പഠിച്ചിരിക്കണം. കാരണം ഇതിങ്ങനെ പോയിട്ടില്ലെങ്കിൽ മക്കൾക്ക് സാർ നേരത്തെ പറഞ്ഞ സ്ഥിതി തന്നെയായിരിക്കും. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാകും. ഇതേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഈ 2 മാസം കൊണ്ട്. ഇത് നല്ല വൃത്തിക്ക് ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ആ ഒരു ഓണം എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ഒരു തരി പോലും പിന്നോട്ട് പോകില്ല, പിന്നെ നിങ്ങൾ മുന്നോട്ട് കയറുകയുള്ളൂ. അത് ഒന്ന് അറിയാൻ വേണ്ടി എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, സെറ്റ്.